ഉണക്കമീനിനെ കഴുകി വെച്ചിട്ട് വെള്ളത്തിൽ കുതിർത്താൻ ഇട്ടിട്ടുണ്ട്. കഴുകി വെച്ചതാണ് കേട്ടോ. 4 തവണ വെള്ളത്തിലിട്ട് കഴുകി വെച്ച് വീണ്ടും വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് ഉണക്ക ചെമ്മീനെ. അപ്പൊ നമ്മളത് സവാള ഗിരിഗിരി ചെയ്തോണ്ടിരിക്കുവാണ്. കട്ട് സ്മോൾ പീസസ്. സ്മോൾ പീസസ്. ചേച്ചി എന്തെങ്കിലും ചേച്ചി ഉപ്പയോ? അല്ല, ഉപ്പ് എന്തെങ്കിലും ഉണ്ടോ ചേച്ചി? അല്ല, പ്ലാസ്റ്റിക്. ഉള്ളി കണ്ടതിന് കണ്ണേരി വരാൻ തുടങ്ങി. കുഴപ്പമില്ല, വിട്. എന്താ ഈ സവാള ഗിരിഗിരി ചെയ്തിട്ട് നമുക്ക് കാണാം. ഇവിടെ ഉള്ളിയും പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചെമ്മീൻ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കറിവേപ്പില റെഡി. ചൂടായ ചീഞ്ചട്ടിയിലോട്ട് നല്ലോണം കുറച്ചധികം എണ്ണ, പ്രോൺസിന്റെ കറിയിലോട്ടൊക്കെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നതായിരിക്കും വളരെ നല്ലത്. അപ്പം ഈ വെളിച്ചെണ്ണയിലോട്ട് എണ്ണ ചൂടായിട്ടുണ്ട്. ഫ്ലെയിം ഫുള്ളിൽ തന്നെ വെക്കുക. അപ്പോൾ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് കുറച്ച് കടുകിടാം. കടുക് നല്ലോണം പൊരിഞ്ഞു വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ ഉള്ളി വഴണ്ടി വരുമ്പോൾ തന്നെ കറിവേപ്പിലിടുക. എൻ്റെ ഫ്രിഡ്ജിൽ വെച്ച് വീട്ടിൽ നിന്ന് പറിച്ചതാണെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് വാടിയ കറിവേപ്പിലയാണ്. വീട്ടിൽ നിന്ന് പറിച്ചതായതുകൊണ്ട് കുഴപ്പമില്ല. ബാക്കി കറിവേപ്പില മാറ്റി വയ്ക്കുക. അവസാനം നമുക്കിടാം. ഇപ്പോൾ ഒരു മണത്തിന് അതിലേക്ക് വിഷമപ്പോൾ ഞാൻ 2-3 പഴം കഴിക്കുകയാണ്. അപ്പോൾ പ്രോൺസ് റെഡി ആയാൽ പ്രോൺസ് ഓൺ ദ വേ. എന്നും ഇല്ലാത്ത വിഷമാണ് ഇന്ന്. ഓക്കെ, നമുക്ക് ഇനി ഇതിലോട്ട് തക്കാളി ഇടാം. ഇവിടെ സവാള വതക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ നമുക്കിപ്പോൾ എന്തിടാം? ടൊമാറ്റോ സ്മോൾ പീസസ്. എന്താണ്? ട്രാഫിക് സിഗ്നൽ എഫക്റ്റ്. റെഡും യെല്ലോ ഗ്രീൻ. യെല്ലോ ഇല്ല, നമുക്ക് കഴിച്ചല്ലോ. നല്ല ഭംഗിയല്ലേ കാണാൻ? ഓക്കെ, അപ്പോൾ നല്ലോണം വതങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും ഫ്ലെയിം ഫുള്ളിൽ തന്നെയാണ്. ഇനി ഇതിലോട്ട് നമ്മൾ ഒരുപാട് സ്പൈസസ് ഒന്നും ചേർത്താനില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് നമ്മളിവിടെ ചേർക്കുക. വേറൊന്നും നമ്മൾ ചേർക്കില്ല. എരിവിന് വേണ്ടി പച്ചമുളകാണ് ചേർക്കുന്നത്. പിന്നെ താല്പര്യമുള്ളവർക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം കേട്ടോ. അതൊരു വെറൈറ്റി ടേസ്റ്റ് കിട്ടും. എന്തൊക്കെ ഇട്ട് കൊടുക്കണം? കാശ്മീരി ചില്ലി മുളക് പൊടി, ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, കുരുമുളക് എല്ലാം ഇട്ട് കൊടുക്കും. അപ്പോൾ നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് അവനി പറഞ്ഞ പോലെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി വേണമെങ്കിൽ, ഞാൻ മല്ലിപ്പൊടിയൊന്നും ചേർക്കുന്നില്ല. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഒരൽപ്പം ഗരം മസാല, പിന്നെ ഒരൽപ്പം പെരുംജീരകം പൊടിച്ചത്. നമ്മൾ ഡ്രൈ ചെമ്മീനല്ലേ ചേർക്കുന്നത്, പച്ച ചെമ്മീനല്ലല്ലോ. അതുകൊണ്ട് കുറച്ച് നമ്മൾ ആഡ് ചെയ്യുന്ന കാര്യങ്ങളുടെ കുറച്ച് മാറ്റങ്ങളുണ്ടാകും. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. പെരുംജീരകം പൊടിക്കുക മിക്സിയിൽ. വേണമെങ്കിൽ ഒന്ന് വറുത്ത് പൊടിക്കാം, അല്ലെങ്കിൽ പച്ചയ്ക്കും പൊടിക്കാം. എന്നിട്ട് അത് ആഡ് ചെയ്യുക. ഈ വതങ്ങിയ ഈ പാകത്തിലുള്ള സമയത്താണ് പെരുംജീരകം പൊടിച്ചതും കാശ്മീരി ചില്ലി പൊടിയും ഗരം മസാലയും അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും. ഉപ്പ് നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ലാസ്റ്റ് നമ്മൾ ചെമ്മീനും ഇട്ടിട്ട് വേണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഉപ്പിട്ടാൽ മതി. ഞാൻ കുറച്ച് നേരം പഠിക്കുകയായിരുന്നു. ഇവിടെ അമ്മ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്? അമ്മ അവനെ പോയി ആമി വന്നു എന്നെ ഹെൽപ്പ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ നമ്മൾ പെരുംജീരകം പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിപ്പോൾ ആദ്യം ആമി കൈ പൊള്ളരുത്. ആദ്യം മഞ്ഞപ്പൊടി ഇടാം അല്ലേ? ആ ശരി, ഇട. കുറച്ച്, ഒരു പിഞ്ച്. ഓക്കെ. നമുക്കടുത്ത് ഗരം മസാല ഇടാം. ഈസ്റ്ററിൻ്റെ കുറച്ച്, വേറെ സ്പൈസസ് ഒന്നും ഇടാത്തതുകൊണ്ട് കുറച്ച് ഗരം മസാല ഇടാം ഫ്ലേവറിന്. നല്ല മണമൊക്കെ കിട്ടും. അതെ, പിന്നെന്ത് കിട്ടും? നന്നായി ഇളക്കി കൊടുക്കാം. ഗരം മസാലയ്ക്ക് എരിവ് ഇല്ല. ഞാൻ സാധാരണ കുക്കൊന്നും ചെയ്യാറില്ല. ഞാൻ ചായ മാത്രം വെക്കാറുള്ളൂ. അത് കാരണം ഇതൊന്നും എനിക്കറിയില്ല. നമുക്കടുത്ത് കാശ്മീരി ചില്ലി പൗഡർ വേസ്റ്റ് അവനി ചെയ്ത പോലെ അതാണ് നമ്മളിട്ട്. കുഴപ്പമില്ല, നോക്കടാ.
ഗൈസ് ഇത് പൊടികൾ ഇടുന്ന സമയത്ത് സ്പൈസസ് ഇടുന്ന സമയത്ത് ഫ്ലെയിം സിമ്മിൽ വെക്കണം. അത് ഇട്ട് കഴിഞ്ഞ് ഇളക്കുമ്പോൾ നമുക്കൊന്ന് ഫ്ലെയിം കൂട്ടാം. സ്പൈസസ് ഇടുന്ന സമയത്ത് ഫ്ലെയിം സിമ്മിൽ വെച്ചില്ലെങ്കിൽ അടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ എല്ലാ സ്പൈസസും ഇട്ട് നല്ലോണം ഇളക്കി നല്ലോണം ഒന്ന് മുറുകി നല്ല ഇതായിട്ട് വരുന്നുണ്ട്. കളറൊക്കെ നല്ലോണം മാറി വരുന്നുണ്ട്. ഇത്ര മതി. ഇനി ഒരുപാട് അങ്ങ് ചുങ്ങണ്ട. ഇതിൽ നമുക്ക് നമ്മളിവിടെ ഓൾറെഡി പൊടിച്ചു വെച്ചിരിക്കുന്ന പെരിഞ്ജീരകത്തിന്റെ പൊടി ഫുള്ളിടരുത്, കുറച്ചിട്ടാൽ മതി. ഒരു മണത്തിന് വേണ്ടി മാത്രം വളരെ കുറച്ച്, ഇത്ര ഞാൻ ഇടുന്നുള്ളൂ. അതും കൂടെ ഒന്ന് ഇളക്കി ആ ഒരു മണം ഒന്ന് വന്നതിന് ശേഷം നമുക്ക് പ്രോൺസിനെ ഇതിലോട്ട് ഇടാം. അപ്പോൾ പ്രോൺസ് നമ്മൾ ഇപ്പൊ ഇടാൻ പോവാണ്. നമുക്ക് നോക്കാം. ഇതിന്റെ കാലും കഴിയൊക്കെ ഇപ്പൊ അമ്മ ഒരുപാട് കഴുകിയപ്പോൾ അതൊക്കെ പോയി. പക്ഷെ കഴുകുന്നതിന് മുമ്പ് അതൊക്കെ കയ്യിൽ ചിലപ്പോൾ കുത്തും, അതുകൊണ്ട് ആമിക്ക് പറ്റില്ല. ഇപ്പം ഫ്ലെയിം സിമ്മിൽ വെച്ചിട്ട് ഇപ്പം നമ്മുടെ നല്ലോണം റോസ്റ്റ് ആയിട്ടുണ്ട്. ഉള്ളിയൊക്കെ തക്കാളിയൊക്കെ ഇപ്പോൾ നമ്മുടെ കയ്യിൽ കുത്തിയിട്ടുണ്ടോ, അതിൻ്റെ തലയും ഇതൊക്കെ നമുക്കിനി നല്ല സൂക്ഷിച്ച് ഈ പ്രോൺസിന് അതിലോട്ട് കേട്ടോ. കഴുകി വൃത്തിയാക്കണേ. ഡ്രൈ പ്രോൺസിൽ ഒരുപാട് എന്താ പറയുക ഇതൊക്കെ ഉണ്ടാവും, പൊടിയൊക്കെ ഉണ്ടാവും, അത് വൃത്തിയാക്കണേ. ഇപ്പം എല്ലാം ഇട്ട് കഴിഞ്ഞു, ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഓണം ഇളക്കി വേവാൻ വെക്കണം. പ്രോൺസിന് ഒരുപാട് വേവരുത്, റബ്ബർ പോലെയാവും. ഇപ്പം തന്നെ പ്രോൺസ് ഇതായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് എടുക്കാം. കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ ഇതിലേക്ക്. നമ്മുടെ പ്രോൺസ് വേവാൻ തുടങ്ങി. മുകളിൽ കുറച്ച് കറിവേപ്പിലയും കുറച്ച് ക്യുമിൻ സീഡ് പൗഡർ ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഞാൻ വേവാൻ വെച്ചിട്ടുണ്ട്. അതെ, നമുക്കിതിനെ മൂടി വെച്ച് വേവിക്കാം. സോ ഗൈസ്, ഇങ്ങനെയാണ് നമ്മുടെ റോസ്റ്റ്. സോ ഗൈസ്, നമ്മുടെ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ആണ് കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റ് ഉണ്ട്, സൂപ്പർ. പൊതുവെ ഞാൻ പ്രോൺസ് കഴിക്കാറില്ല, പക്ഷെ ഇതിന്റെ മണം കൊണ്ടിട്ട് കഴിക്കണം. സത്യം പറഞ്ഞാൽ കഴിക്കാറുണ്ട്, ഫ്രൈ ഒക്കെ ചെയ്തത്. ഇത് ആദ്യമായിട്ട് കഴിക്കുന്നത് തോന്നുന്നു. എനിക്കിന്റെ മണം ഇഷ്ടമല്ല. നമുക്ക് പൊതുവെ പ്രോൺസിന് ഇഷ്ടമല്ല കഴിച്ചാണ്, അതുകൊണ്ട് ആമി പറഞ്ഞത് ഇടാനും. അവനിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് അവനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. സോ അവന്റെ ഫേവറേറ്റ് ഡിഷ്. അവന് ഇഷ്ടമായി? ലൈക്ക് ഇറ്റ്? യെസ്, ഐ ലൈക്ക്.